എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാരുടെ ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 5 of Pentacles, Page of Swords, Page of Pentacles, 7 of Wands, Ace of Swords and 10 of Swords energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ 5 of Pentacles എനർജി കണക്ഷൻസ് ആണ്. പൊതുവിൽ ഈ മാസം ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. കാരണം പല ആളുകളും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് തന്നെ പറയും. ഒരു മാസം നിങ്ങൾ വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന സമയമാണ്. പൊതുവിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഒരു നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ബന്ധുക്കളുടെ ഇടയിൽ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുള്ളവർ, അകറ്റി നിർത്തിയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വന്ന് ബന്ധം കൂടാൻ വരുന്നൊരു സമയം എന്നുള്ള രീതിയിൽ കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒത്തിരി ഉയർച്ച നേടിയിട്ടുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ. മാത്രമല്ല ഇവിടെ ചില വ്യക്തികൾ നിങ്ങളെ ശരിക്കും മാനസികമായിട്ട് തകർക്കുക അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഇങ്ങോട്ടേക്ക് നിങ്ങളോട് വന്നിട്ട് സംസാരിക്കുക മറ്റൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ നിങ്ങളെ അവഗണിച്ചിട്ടുള്ളവരുടെ മുമ്പിൽ നിങ്ങളവരുടെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും നിങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആത്മവിശ്വാസം കൂടുതലുള്ള ഒരു സമയമാണ്. അതുകൊണ്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലും ഈ ഒരു ആത്മവിശ്വാസം നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കരിയറിലും ഒരു വളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമായിട്ടുള്ള സൂചനയും തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു പേജ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ച് ഭയങ്കര എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമയമാണ് ഈ ഒരു മാസം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ ചില പ്രത്യേക കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു കഴിവൊക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഒരു കോഴ്സ് ഒക്കെ എടുത്ത് അത് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന, ഇപ്പോൾ സ്കൾപ്ചറിങ്, പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അതായിരിക്കും. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതൊരു ബിസിനസ് രീതിയിലേക്ക് പോകുന്ന കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്രീംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓർണമെൻറ്റ് മേക്കിംഗ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ പോവുകയും പിന്നീട് അതൊരു ബിസിനസ്സിലേക്ക് പോകാനുള്ള സാഹചര്യവും ഒത്തുതിരിഞ്ഞ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവ്യമാകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ളവരോ ഒക്കെ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നും ഇല്ല. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് ഫിനാൻഷ്യലി ഇപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണം എന്ന് വിചാരിക്കുന്നവരോ, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ബോറടിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ളൊരു മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. ഈ വഴിയാണ് ഇനി സഞ്ചരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള അവസരവും പലരെ സംബന്ധിച്ച് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്.
ഇവിടെ ചില ആളുകൾ നിങ്ങൾ ജോലി നിർത്തി ബിസിനസ്സിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ മാർഗങ്ങളിലൂടെ ധനലാഭം, അതായത് ജോലിയോടൊപ്പം തന്നെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന മാർഗം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സൈഡ് ബിസിനസ്, സൈഡ് ഹസിലായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഫെയിം ആൻഡ് ഫോർച്യൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ പേരും പ്രശസ്തിയും എന്നുള്ള രീതിയിൽ ധനലാഭവും ജോലിയിൽ ഉയർച്ചയും എന്നുള്ളത് കൂടാതെ തന്നെ നിങ്ങൾ പേരും പ്രശസ്തി, നിങ്ങൾ ഒത്തിരി പ്രശസ്തരാകുന്ന ഒരു സാഹചര്യം, പേരും പ്രശസ്തി ലഭിക്കുന്ന ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഈ പറഞ്ഞ പോലെ 2 ബിസിനസ് അല്ലെങ്കിൽ 2 വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പുതിയൊരു ജോലി സാധ്യത വരുന്നുണ്ട്, അപ്പോൾ ജോലി ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ്സിനൊരു ഐഡിയ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ആരെങ്കിലും പാർട്ട്ണർഷിപ്പിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന കാര്യം കൂടിയിട്ടാണത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ളവർ, അതായത് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാരണം വിവാഹം മുടങ്ങിപ്പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മെച്ചപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് പുതിയ വിവാഹാലോചനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 7 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പം സാഹസിക യാത്രകളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ വിനോദത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സമയം കളയാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ട്രക്കിങ്ങിനോ മറ്റോ പോവുക, മൗണ്ടനിയറിങ് പോലുള്ള കാര്യങ്ങളോ, ആരോഗ്യപരമായിട്ട് ഒത്തിരി നിങ്ങൾ ശരീരം നന്നായിട്ട് നോക്കുന്നുണ്ട്, ആരോഗ്യം നന്നായിട്ട് നോക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നൊക്കെ സാഹസിക യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹസികമായിട്ടുള്ള യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിഷ്യലായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ആരോഗ്യപരമായിട്ട് കുറച്ച് വീക്കായിട്ടുള്ള ആളുകൾ ആരോഗ്യപരമായിട്ട് ഒത്തിരി ഭേദപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ വരുന്ന സമയമാണ്. നാച്ചുറൽ മെഡിസിൻ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ നിങ്ങൾ ഇടപഴകുന്ന ഒരു സാഹചര്യം. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സോൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒത്തിരി നല്ലൊരു സമയമാണ്. പുതിയ കോഴ്സുകൾ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും സൈഡായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ പഠിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിത്തത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയും ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാം. അതായത് പ്രണയം കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പഠിത്തത്തിൻ്റെ വഴി തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കം ചില ആളുകൾ നിങ്ങൾ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും വീട്ടിൽ നിന്ന് വിവാഹാലോചനകളോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പഠിക്കാമെന്നൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അത് പരമാവധി എതിർത്ത് നിൽക്കുക, കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 10 ഓഫ് സോർട്സ് എനർജിയാണ്. പല കാര്യങ്ങളുടെയും പര്യവസാനം, ചില പ്രൊജക്ട്സ് ഒക്കെ പര്യവസാനിക്കുന്നു, ഒത്തിരി തൃപ്തി തരുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്ത കുറച്ച് നാളായിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോരാടുന്ന സാഹചര്യമാവാം. അതായത് ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, അതിന് ലീഗലായിട്ടുള്ള സാഹചര്യത്തിന് നിങ്ങൾ പോരാടുന്നുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കം, വഴി തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായം, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി, അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു കിട്ടുന്നു, അതിൻ്റെ ഒരു സന്തോഷവും കാണിക്കുന്നു.
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.